എത്തും. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. തിരിച്ചെത്തി, വാപ്പാനെടുത്ത് കൊണ്ടുപോയി. ജോലി ഉപേക്ഷിച്ചു. ഈ വീട് ഇപ്പം നമ്മൾ ഈ കാണുന്ന വീട് പാതിപ്പണിയിൽ കിടക്കുക, കുടിയിരുന്നിട്ടില്ല. 1997 ലാസ്റ്റ് 98 ഡിസംബർ എത്തി, 97 ഡിസംബർ പാതി പണിയെടുത്ത് കിടക്കണ വീട്. താഴെയാണ്. എന്നിട്ട് താഴെ പെട്ടെന്ന് പണിയെടുത്തൊരുത്തുണ്ട്, അവിടെയാണ് ഉപ്പ കിടക്കണം. കൊണ്ടുപോയി എടുത്തിട്ട് നല്ല നല്ല ആശുപത്രിയൊക്കെ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു ഒരു രക്ഷയില്ല, ബ്ലഡ് ക്യാൻസറാണ്. അത് പറ്റൂല, എൻ്റെ ഉപ്പാക്ക് എന്താ ചെയ്ത് കൊടുക്കണം. ഈ വീട് അങ്ങോട്ട് പണയം വെച്ചു. എൻ്റെ കയ്യിൽ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു, അതും വിറ്റു. ബാങ്ക് ബാലൻസ് മുഴുവനും തീർന്നു. എന്നിട്ട് എൻ്റെ ഉപ്പൻ്റെ കയ്യും പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, എന്തിനാ മോനെ ഈ ഇങ്ങനെയൊക്കെ ചെയ്ത്, ഇനിയിപ്പോൾ കടക്കാരനായല്ലേ, അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ തിരിച്ച് ഞാനൊന്ന് അങ്ങോട്ട് കൊടുത്തു. മാതാപിതാക്കളെ ഭക്ഷണം കൊടുത്ത, മാതാപിതാക്കളെ നോക്കിയ, അവരെ സംരക്ഷിച്ച ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഉപ്പല്ല എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഉപ്പ ഞാനെങ്ങനെ പരാജയപ്പെടാനാണ്? അന്ന് എൻ്റെ ഉമ്മ മരിക്കുന്ന നേരത്തെ എനിക്ക് വേണ്ടി വരുന്നില്ല. ഉപ്പ എൻ്റെ കുട്ടി വിജയിക്കും, ആയിരക്കണക്കിന് ആളുകൾക്ക് അത്താണിയാവുന്നു, എൻ്റെ ഉമ്മ വരുന്നില്ലേ? എന്നിട്ട് അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. കാരണം ഉപ്പയായിട്ട് കരഞ്ഞു. ഇല്ലടാ, സത്യമാണത്, എൻ്റെ കുട്ടി രക്ഷപ്പെടും. അന്ന് രാത്രി എൻ്റെ വാപ്പയും മരിച്ചു. കടക്കാരനായ ലോണെടുത്ത കടം വെച്ച ഈ വീട്ടിൽ ഞാനും ഭാര്യയും മുഖത്തോട് മുഖം നോക്കി ഒരു വയസ്സുകാരെ കുട്ടി ഇങ്ങനെ ഇരിക്കുക, എന്തു ചെയ്യുമെന്നറിയാതെ. ഓളെന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ വാപ്പ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, ഉമ്മാനും വാപ്പാനും നോക്കിയ ഒരു കുട്ടിയും ഈ ദുനിയാവിൽ പരാജയപ്പെട്ടിട്ടില്ല, നമ്മൾ വിജയിക്കൊടി. ആ ഉറച്ച വിശ്വാസത്തോടെ ഇരുന്നിട്ട് 1998 കോട്ടക്കൽ അങ്ങാടിയിലെ അപ്സര ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു 1000 ഉറുപ്യ വാടക കൊടുത്ത് ഒരു ഷട്ടർ മുറിയുണ്ട് പൊന്തിച്ച്, കയ്യിലെ പഴയ സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ട് എഴുതി കൊടുത്തു, അവിടെ ഇതെല്ലാം വാടകക്ക് കിട്ടും, വേറെ ഒന്നുമില്ല, ഗൾഫിലേക്ക് പോകാനും പറ്റണില്ല, കടമുണ്ട്, ജീവിക്കണം, പട്ടിണി മാറണം, അത്രേ ലക്ഷ്യമുള്ളൂ. ജോലിയും പോയി, വിസയും പോയി. വാടക കൊടുക്കുക, ക്യാമറ വാടക കൊടുക്കുക, മൊബൈൽ ഫോൺ വാടക കൊടുക്കുക, TV ടാപ്പ് റിക്കാർഡറൊക്കെ CD പ്ലെയർ വാടക കൊടുക്കുക. ഒരു കാറുണ്ടായിരുന്നു, ഒരു മാരുതി 800, ഒരു ബൈക്കും ഉണ്ടായിരുന്നു, അതും ഒരു ചിത്രം വെച്ച് വാടകയ്ക്ക് എഴുതി വെച്ചു. അങ്ങനെ ജീവിക്കണം. അങ്ങനെ ഒരു കട എടുത്ത് തുടങ്ങി. ആ കടൻ്റെ പേരാണ് ബ്രിഡ്കോ എന്ന് പറയും. ആ കട പിന്നെ സർവീസ് സെൻ്ററായി. അത് പിന്നെ സർവീസ് സെൻ്ററായി, പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നവരായി, പിന്നെ പഠിക്കുന്നവർക്കൊക്കെ ജോലി കൊടുക്കുന്ന സ്ഥാപനമായി, പിന്നെ ഒരുപാട് നിർമ്മാണങ്ങൾ തുടങ്ങി. ഇപ്പോൾ പല ഫ്രാഞ്ചൈസിയും ബ്രാഞ്ചുകളുമായി. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ, 18,000 പേർക്ക് തൊഴിൽ കൊടുത്തു. ഞാനെന്ത് നേടിയെന്നല്ല പറഞ്ഞത്, 18,000 പേർക്ക് ജീവിത മാർഗം. എന്താ എൻ്റെ ഉപ്പ വരുന്നത്? അത് പടച്ചോൻ ലൈവായിട്ടാണ് കാണിച്ചു തന്നു. ഈ ദുനിയാവ് തന്നെ കിട്ടും. മാതാപിതാക്കളെ നോക്കി ഈ ദുനിയാവ് തന്നെ പ്രതിഫലം കിട്ടും. അവരെ വേദനിപ്പിച്ചാൽ അതിനുള്ള പ്രതിഫലം ഈ ദുനിയാവ് തന്നെ കിട്ടും. എനിക്ക് എന്താ ചോദ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ തൊണ്ടങ്ങട് ഇടറിയിട്ടേ പറയാൻ പറ്റില്ല. മാതാപിതാക്കൾ എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊക്കെ അക്കാര്യത്തിൽ ഒരുപാട് ഭാഗ്യം കെട്ടവനാണ്. അല്ല, ഇന്നത്തെ ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ, ഉമ്മാനെ ഉപേക്ഷിച്ചു റോട്ടിൽ നിന്ന് കിട്ടി, പല വൃദ്ധസദനങ്ങളും കയറി ഇറങ്ങും. ഞാനിന്നിപ്പോൾ അറിയോ, ഞാൻ പരിസരത്തുള്ള വൃദ്ധസദനങ്ങൾ കയറി ഇറങ്ങാത്ത എവിടെയില്ല. എൻ്റെ മക്കളെ പിടിച്ചിട്ടാണ് കൊണ്ടുപോവുക. അത്താണി അവിടെ കണ്ണൂർ അവിടെ കൊണ്ടുപോയി 3 മക്കളായിട്ട്. ഇവിടെ പറഞ്ഞു, മോനെ മക്കളെ കണ്ടച്ചോളി, ഇപ്പാക്കരി ഒരു കട്ടിലിവിടെ ബുക്ക് ചെയ്തിട്ടോളി, നാളെ നിങ്ങൾക്കും ഇതുപോലെ ഞങ്ങളെ കൊടുന്നാക്കാന്ന് പറഞ്ഞപ്പോൾ 3 മക്കളും കൂടി കാല് കിടന്ന് കരഞ്ഞിട്ട് അവിടുത്തെ ഒരു അമ്മ പറഞ്ഞതുണ്ട്, എനിക്കേ 3 ആൺകുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, നല്ല സുഖം, ഓലൊക്കെ അമേരിക്കയിൽ ജോലിയാ, ദുബായിൽ ജോലി, ബോംബെയിൽ വലിയ ബിസിനസ്സാണ്. അങ്ങനെ എൻ്റെ വീടുണ്ട് പൊളിഞ്ഞാടിൻ്റെ തലയ്ക്ക്. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി എന്നെ പിടിച്ച് ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ, KSRTC ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഈ ഇരിക്കണ ഉമ്മ എന്നെ അവിടുന്ന് കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് നല്ല സുഖമാണ്. ഓ പറയണത്, ഹേയ്, അങ്ങനെ ആ മക്കളെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയായിരുന്നു. എന്ത് ക്രൂരതയാണ് അതൊക്കെ. ഇങ്ങനെ എത്ര കുടുംബങ്ങൾ അവസാനേ വൃദ്ധസദനത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന മക്കൾ. ഇങ്ങനെയൊക്കെ പൊന്നുപോലെ പാലൂറ്റി വളർത്തിയിട്ട് അവസാനം അവരെ കൊല്ലണേ, തലയറക്കണേ, വെട്ടിക്കൊല്ലണേ, കുത്തിക്കൊല്ലണേ, അല്ലേ? അതെ. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രവാർത്തകൾ നമ്മൾ വായിക്കുന്നത്.
ഇതൊക്കെ വായിക്കുമ്പോഴൊക്കെ എനിക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വാർത്ത വായിച്ചാണ്ട് അവസാനിപ്പിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഓർക്കും ഞാൻ എൻ്റെ എല്ലാ ജീവിത കഥകളും ഒരു രണ്ടത്താണിക്കാരൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഈ പുസ്തകത്തിലുണ്ട്. അടുത്ത തലമുറക്ക് ഞാൻ മരണപ്പെട്ടാൽ ഈ പുസ്തകം മരിക്കരുത്. തീർച്ചയായും അത് കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കി. എന്തായാലും ഹംസാക്ക, അപ്പൊ ചങ്ങമരെ വേറെ ഒന്നുമല്ല കേട്ടോ. ഹംസാക്ക തൊണ്ട ഇടറിക്കൊണ്ടാണ് ഹംസാക്കാന്റെ കഥ കേട്ടത്. പക്ഷേ ഹംസാക്കാന്റെ വിജയകഥ അത് നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള മാതാപിതാക്കൾക്കും മക്കൾക്കും അറിയേണ്ട കാര്യങ്ങൾ. വെറും ഒരു 10 രൂപയെന്ന് തുടങ്ങിയിട്ട് 6ാം ക്ലാസ്സിൽ പഠനം നിർത്തിയിട്ട് ഇന്ന് ഈ ലെവലിൽ ഹംസാക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഹംസാക്കാന്റെ നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ ഹാർഡ് വർക്കുമാണ്. എന്തിനായാലും മാക്സിമം വീഡിയോ ഷെയർ ചെയ്തും ഈ വീഡിയോ നമ്മുടെ ഓരോ മക്കൾക്കും ഒരു പാഠപുസ്തകം തന്നെയാണ്.